കീം പരീക്ഷാ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയതിൽ തുടർച്ചയായി സർക്കാരിന് തിരിച്ചടി. പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഇരുട്ടടിയായതോടെ പ്രതിരോധത്തിലായി സർക്കാരും. എന്താണ് കീമിൽ സംഭവിച്ചത്? ശാലിനി തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. കളി തുടങ്ങിയ ശേഷം കളി നിയമം മാറ്റാനാകില്ല. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഹൈക്കോടതിയാണ്. കീം പരീക്ഷാഫലം വന്നതും തൊട്ടുപിന്നാലെ അത് റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത്. എന്തുകൊണ്ട് കീം പരീക്ഷാഫലം റദ്ദാക്കി? എന്താണ് കീമിലുണ്ടായ ആശയക്കുഴപ്പം? പരിശോധിക്കാം കീമിലെ ആശയക്കുഴപ്പങ്ങളും ഒപ്പം കീം നേരിടുന്ന വെല്ലുവിളിയും. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി ഈ മാസം 1-നാണ് കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. തൊട്ടുപിന്നാലെ കേരള ഹൈക്കോടതി ഇത് റദ്ദാക്കി. പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വെറും 1 മണിക്കൂർ മുൻപ് സർക്കാർ പ്രോസ്പെക്ടസിൽ വരുത്തിയ മാറ്റമാണ് വിവാദത്തിന് കാരണം. മാറ്റം നിയമവിരുദ്ധവും നീതീകരിക്കാനാകാത്തതും ഏകപക്ഷീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. എൻട്രൻസ് പരീക്ഷയുടെ സ്കോറും +2 പരീക്ഷയുടെ സ്കോറും 50:50 എന്ന അനുപാതത്തിലെടുത്തുകൊണ്ടാണ് കീം പരീക്ഷയുടെ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. 12ാം ക്ലാസ്സിലെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്കുകൾ 1:1:1 അനുപാതത്തിൽ കണക്കാക്കുമെന്നാണ് ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസിൽ അറിയിച്ചിരുന്നത്. 2011 മുതൽ പിന്തുടരുന്ന മാനദണ്ഡം. ജൂലൈ 1-ന് ഭേദഗതിയിലൂടെ ഈ അനുപാതം 5:3:2 എന്നാക്കി. വിവിധ ബോർഡുകളിൽ പഠിച്ചവരുടെ മാർക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ഫോർമുലയും മാറ്റി. +2 പരീക്ഷയുടെ സ്കോറും എൻട്രൻസ് പരീക്ഷയുടെ സ്കോറും 50:50 എന്ന അനുപാതത്തിലാക്കുന്നത് പഴയ രീതിയാണ്. 2011 മുതലാണ് ഈ രീതി ആരംഭിച്ചതും. ഇതാണ് പിന്നീട് സർക്കാർ ഇടപെട്ടുകൊണ്ട് മാറ്റുകയും ചെയ്തത്. 12ാം ക്ലാസ്സിലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്കുകൾ 1:1:1 അനുപാതത്തിലാണ് കണക്കാക്കുന്നത്. ഇതാണ് ഫെബ്രുവരി 19-ന് പുറത്തിറക്കിയ പ്രോസ്പെക്ടസിലും പറഞ്ഞിരുന്നത്. ഇനി പുതിയ രീതി. +2 പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് എടുക്കും. കേരള സിലബസിൽ ഉയർന്ന മാർക്ക് 100-ഉം മറ്റു പരീക്ഷാ ബോർഡിലേത് 95-ഉമാണെങ്കിൽ ഇവ രണ്ടും 100 മാർക്കായി പരിഗണിക്കും. ഉയർന്ന മാർക്ക് 95-ആയ ബോർഡിന്റെ പരീക്ഷ എഴുതിയ കുട്ടിക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ ലഭിച്ചത് 70 മാർക്കാണെങ്കിൽ ഇത് 100-ലേക്ക് മാറ്റും. പിന്നീട് ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് 5:3:2 അനുപാതത്തിൽ റാങ്ക് പട്ടികയ്ക്കായി പരിഗണിക്കും. കണക്കിന് 150, ഫിസിക്സിന് 90, കെമിസ്ട്രിക്ക് 60 എന്നിങ്ങനെയാണ് വെയിറ്റേജ്. ഇത് പ്രവേശന പരീക്ഷാ മാർക്കിനൊപ്പം ചേർക്കും. ഇതാണ് ജൂലൈ 1-ന് വരുത്തിയ ഭേദഗതി. ഇനി സർക്കാർ വാദത്തിലേക്ക്. നിലവിലുണ്ടായിരുന്ന ഫോർമുലയിൽ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് റാങ്ക് നിർണ്ണയിക്കുമ്പോൾ പിന്നിലാകുന്നു. തുല്യ അവസരം നൽകാനാണ് മാറ്റമെന്നാണ് സർക്കാർ വാദിച്ചത്. അതേസമയം കോടതിയുടെ ഭാഷ്യം ഇങ്ങനെ: സാധാരണഗതിയിൽ അപേക്ഷ അവസാന തീയതിക്ക് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാവില്ല എന്നതാണ് കോടതിയുടെ നിലപാട്. സർക്കാർ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റ് പിന്നീട് കോടതി കയറി. കോടതിയിലെത്തിയപ്പോൾ കോടതി അത് റദ്ദാക്കി. പിന്നീട് വീണ്ടും അപ്പീൽ നൽകി കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിനേറ്റത്ത് കനത്ത തിരിച്ചടി. സർക്കാരിനു മാത്രമല്ല തിരിച്ചടി, ഒരു കൂട്ടം വിദ്യാർത്ഥികളും ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ്.